കാവ്യനീതി എന്നൊരു പ്രയോഗം അതാണ് ഇന്ന് പാലക്കാട്ടെ പാർട്ടിയിൽ സംഭവിച്ചത്. പി കെ ശശിയുടെ പ്രസംഗം ലൈവായി കേട്ട ഒരാളാണ് ഞാൻ. അയാൾ മാടമ്പിത്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, പാർട്ടിയിലെ ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, മാർക്സിസം ലെനിനിസം ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ അയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവുമ്പോൾ എന്തായിരുന്നു അയാൾ ഈ പറഞ്ഞ സംഘടനാ തത്വങ്ങളുടെ അവസ്ഥ എന്നറിയുന്നവരാണ് മണ്ണാർക്കാട്ടെ ജനങ്ങൾ. എന്നെയൊക്കെ ഈ പാർട്ടി നടപടിയെടുത്തതാണ്. എന്തിന്റെ പേരിൽ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടല്ല. പാർട്ടി ഓഫീസിന്റെ പണം കള്ളൊപ്പിട്ട് സ്വന്തം വീട്ടിലേക്ക് FD റെസീറ്റ് മാറ്റിക്കൊണ്ടുപോയതിന്റെ പേരിലല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചതിനെതിരായിട്ടല്ല. പിന്നെ എന്തിനാ പുറത്താക്കിയത്? ഈ തമ്പുരാന്റെ ചില അരമന രഹസ്യങ്ങളെ കുറിച്ച് പാർട്ടി ഘടകത്തിൽ ചോദ്യം ചെയ്തതിനാണ്. അതാണ്, പുറത്ത് മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടല്ല. പാർട്ടി ഘടകത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെയുള്ള 2003 ഒന്നാമത്തെ ചാർജ് ഷീറ്റ്. നിങ്ങൾ ആലോചിക്കണം, പാർട്ടിയെ തിരുത്തേണ്ടത് പാർട്ടിക്കകത്ത് നിന്നാണ്, പുറത്തു നിന്നല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് ഇയാളുടെ തമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്തത്. അതിനായിരുന്നു എനിക്ക് 2003 പാർട്ടിയുടെ പേരിൽ നോട്ടീസ് തന്നത്. അന്നത്തെ അന്വേഷണ കമ്മീഷൻ നടത്തിയ സഖാവ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തു മറുപടി തന്നിട്ടും കാര്യമില്ല, ശശി നിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, അവസാന നിമിഷമാണ് തമ്പുരാൻ കൺവെൻഷനിൽ പ്രത്യക്ഷപ്പെട്ടത്. മണ്ണാർക്കാട്ടെ ചില അനുഭാവികൾ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ കാല് പിടിച്ചു, സഖാവേ ഒന്ന് കൺവെൻഷനിലേക്ക് വരണം. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാ. ഒപ്പം നടക്കുന്നവന് കിണറ്റി ചാടിച്ചിട്ട് ചോദിക്കും, ആരാ നിങ്ങളുടെ ഉന്തി തള്ളിയിട്ടത്, എന്താ അവിടെ നിൽക്കുള്ളൂ എന്ന്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഓർമ്മല്ലേ? സ്വഭാവം മാറ്റിയിട്ടില്ല. മണ്ണാർക്കാട് മത്സരിച്ചല്ലോ. എന്തായാലും പത്രക്കാരോട് പറഞ്ഞത്, ഏയ് എനിക്കവരെ അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല, അവരൊന്നും എന്റെ സ്ഥാനാർത്ഥികളല്ല എന്നാണ്. അപ്പൊ ബോധപൂർവം ഒപ്പം നിൽക്കുന്നവരെ കുട്ടിക്കൊടുത്തുകൊണ്ട് നേതാവാൻ ശ്രമിക്കുന്നു. അവസാനം വരെ തന്റെ വ്യക്തിപൂജ നടത്താൻ വേണ്ടിയാണ് ഇന്നലെ വരെ അയാൾ ഈ കൺവെൻഷനിൽ പോകുന്നില്ല എന്ന് പരസ്യമായി പത്രക്കാരെ വിളിച്ചുകൂട്ടി പറയുകയും തന്റെ മൈലേജ് കൂട്ടാൻ വേണ്ടി ഈ പാവപ്പെട്ടവനെ മുഴുവൻ കൂടെ നിർത്തി ഞങ്ങളിതാ കാല് പിടിക്കുകയാണ്, നിങ്ങൾ ഈ കൺവെൻഷനിൽ വരണം എന്ന് പറയുകയും ചെയ്യുന്നത്. ചില കോൺഗ്രസ് പ്രമാണിമാർ അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്തിനാ പ്രഖ്യാപിക്കുന്നത്? ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ. കഴിഞ്ഞ കാലങ്ങളിൽ MP ആക്കാൻ, MLA ആക്കാൻ സഖാവ് അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതക കേസിൽ നിന്ന് തടിയൂരാൻ തങ്ങളെ സഹായിച്ചതിന് വീരസ്യം പ്രസംഗിക്കുന്നുണ്ടല്ലോ നേതാവ്. ഗഫൂർ മരിക്കുമ്പോൾ ഞാൻ DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. സഖാവ് ഗഫൂറിന് പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ അനുഗമിച്ച സഖാവാണ് ഞാൻ. അന്ന് ശശി ചുങ്കത്ത് കൂടി പോവില്ല. നിങ്ങൾ ആലോചിക്കണം, പഴയ കഥയിലെ പോലെ കോരപ്പുഴ നീന്തിക്കടന്നതുപോലെ പൊമ്പറ പാലം കടന്നിട്ട് ശശി മണ്ണാർക്കാട്ട് പാർട്ടി ഓഫീസിലേക്ക് വരിക പേടിച്ചിട്ട്. ഇന്ന് പരിഹസിക്കുന്നവർ പലരെയും അന്ന് ബോഡി ഗാർഡായി കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ചില ആളുകളുടെ കുഴപ്പമൊക്കെ ഇങ്ങനെ വിളിച്ച് പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. കഞ്ചാവടിക്കാരാണെന്ന് ഇവരെയൊക്കെയല്ലേ ഇയാൾ കൂട്ടിപ്പിടിച്ചിരുന്നത്. അപ്പൊ ഒരു ഭയങ്കര മിടുക്കന്മാർ. ശശിയുടെ കുറ്റം കമ്മിറ്റിക്കകത്ത് ചൂണ്ടിക്കാണിച്ചാൽ മോശക്കാര്. ഇത് സ്ഥിരമായി പി കെ ശശി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുവരുന്ന കാര്യമാണ്. ഒരു സംശയവുമില്ല. ഒപ്പം നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ നടപടിയെടുത്തപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? അതൊന്നും ഞാനല്ല, ശേഖരനാണ്. അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ശേഖരേട്ടനാ. പി കെ ശശി പറഞ്ഞാൽ ഒന്ന് അമർന്നിരിക്കാൻ കഴിയാത്ത നേതൃത്വത്തെ മണ്ണാർക്കാട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസവും ഇല്ലാതെ, ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടുമില്ലാതെ തന്നെ ചോദ്യം ചെയ്യുന്നവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പുറത്താക്കിയവനാണ് ഇന്ന് പാർട്ടിക്കകത്തെ കേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച്, മാടമ്പിത്തരത്തെക്കുറിച്ച്, തൻപ്രമാണിത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. കൂടെ പോയ പല അഴുക്കുകളും ഒരുപക്ഷെ തമ്പുരാന്റെ പടിയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പട്ടിയെപ്പോലെ ഇവരെയൊക്കെ ആട്ടി ഓടിച്ചിട്ടുണ്ടാവും. മണ്ണാർക്കാട്ട് 100 കണക്കിന് സഖാക്കൾക്ക് അനുഭവമുണ്ട്. പുലിക്കിലാട്ട തമ്പുരാന്റെ പടിക്കൽ ചെന്നാൽ ഒന്ന് കണ്ണു തുറക്കണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം. അവിടെ അകത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നത് ചില പ്രമാണിമാർക്കാണ്, ചില പണച്ചാക്കുകൾക്കാണ്. അതിൽ കോൺഗ്രസ് ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, BJP ഉണ്ടാവും. പക്ഷേ പാവപ്പെട്ട പാർട്ടി സഖാക്കൾ ഉണ്ടാവില്ല. പാർട്ടി സഖാക്കളെ കാണുമ്പോൾ മുഖം ചുളിച്ച് പുച്ഛഭാവത്തോടു കൂടി നടന്നുപോയിരുന്ന തമ്പുരാൻ ഇന്ന് ഗതിമുട്ടിയപ്പോ എല്ലാവരുടെയും തോളിൽ കൂടി കൈയിട്ട് നടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം,
ഒരു വീട്ടിൽ കയറിയ പച്ചവെള്ളം കുടിച്ചിരുന്നില്ല, അടിയന്തരത്തിന് പോവാണ്, കുട്ടിയുടെ പേറ്റൂണിന് പോവാണ്, മരിച്ചാൽ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, വിവാഹത്തിന് പോയാൽ വീട്ടിൽ കയറിയില്ല, ചുടുവെള്ളത്തിന് ഒരു ഗ്ലാസ് ഇങ്ങനെ മറ്റേ സ്റ്റാൻഡ് പേപ്പർ ഇട്ട് ഇങ്ങനെ തുറച്ചിട്ടാണ് കയ്യിൽ പിടിക്കുക. ആ നേതാവ് ഇപ്പോൾ 16 അടിയന്തരത്തിന് വിളിക്കാതെ പോവുകയാണ്. എവിടെങ്കിലും ആൾ മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഞാൻ കാരുണ്യവാനാണ്, നിങ്ങൾ കാണുന്നില്ലേ എന്ന്. ഈ പാർട്ടി കൊടുത്ത സൗകര്യങ്ങൾ, ഈ പാർട്ടി കഴിഞ്ഞ വർഷങ്ങളായി കൊടുത്ത സൗകര്യങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയെ ശശി വെല്ലുവിളിക്കുന്നത്. ഒരു സംശയവുമില്ല, PK ശശിയുടെ സ്ഥാനം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF വളരെ നന്നായി ഉപയോഗിക്കും. ഈ പിന്നാലെ പോകുന്ന ഒരുത്തനും സത്യം തിരിച്ചറിഞ്ഞാൽ വളരെ വൈകാതെ ശശിക്കൊരാലയം കിട്ടിയാൽ തന്റെ തനി സ്വഭാവം, പഴയ മാടമ്പിത്തരം ശശി പുറത്തെടുക്കും. അന്ന് കൂടെ പോയവരൊക്കെ പശ്ചാത്തപിച്ചു മടക്കും. അത് നമുക്കൊക്കെ കാണേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാർട്ടിയെടുത്ത ഈ ശരിയായ തീരുമാനത്തെ, മണ്ണാർക്കാട്ടെ പാർട്ടിയെ, ജില്ലയിലെ പാർട്ടിയെ അടിമുടി ശുദ്ധീകരിക്കാനെടുത്ത ഈ തീരുമാനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.